ഹേ ഗൈസ്, നമ്മൾ പുഷ്പ 2 കാണാൻ പോവുകയാണ്. കുറേ നാളുകൾ ആയി പടം ഇറങ്ങിയിട്ട്. ഒരു അല്ലു അർജുൻ ഫാൻ എന്ന രീതിയിൽ, നെഗറ്റീവ് എന്നാലും പോസിറ്റീവ് എന്നാലും ഒരു റിവ്യൂവർ എന്ന രീതിയിലും കാണാൻ പോകേണ്ട ഒരു സിനിമ തന്നെയാണെന്നാണ് പുഷ്പ 2 എനിക്ക് തോന്നുന്നത്. ഏവറേജ് റെസ്പോൺസസാണ് എൻ്റെ ഒരു ഇതിൽ. സോ ഗൈസ്, നമുക്ക് പുഷ്പ 2 കാണാൻ പോവാം. ചെമ്പശ്ശേരിയിൽ 6:45 ഷോ ബുധനാഴ്ചയാണ് കാണാൻ പോകുന്നത്. ലെറ്റ്സ് സീ. നമ്മൾ ചെമ്പശ്ശേരിയിൽ വന്നിരിക്കുകയാണ്. 2 ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചെമ്പശ്ശേരിയിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള സ്പൈസി ചിക്കൻ പ്രൊമോഷനൊന്നുമല്ല, എന്നാലും അവിടെ നിന്ന് മോമോസ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നാളെ വന്നിട്ട് കഴിച്ചു. അടിപൊളി സാധനമാണ്, അതുകൊണ്ട് നമ്മൾ വീണ്ടും കഴിക്കാൻ വന്നിരിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് സിനിമ കാണാൻ കയറുന്നതായിരിക്കും. ടിക്കറ്റോടെ എടുത്തിട്ടുണ്ട്. ഉള്ളിലൊന്നും ഞാൻ എടുക്കാൻ സാധ്യതയില്ല. മോമോസ് ഇരുന്നിട്ട് കയറുമ്പോഴത്തേന് സമയം വൈകും. സോ യാ. ഹേ ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദേവിച്ച്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അല്ലു അർജുൻ്റെ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂലോട്ടാണ്. വേറൊന്നും പറയാതെ തന്നെ നേരെ സിനിമയുടെ റിവ്യൂലോട്ട്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, സിനിമ ഇറങ്ങിയത് ഡിസംബർ 5-ന്, ഞാനിതിടുന്നത് ഡിസംബർ 12-ന്. ഏകദേശം ഒരു 10 ദിവസത്തോളം, 10 അല്ല, കണക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 7 ദിവസത്തെ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഈ റിവ്യൂ ഇടാനായിട്ട്. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം പരീക്ഷയും കലോത്സവവും ഒക്കെ കൂടി വന്നിട്ട് പണി പാളിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പരീക്ഷയുടെ ഇടയിൽ തന്നെയാണ് ഇത് പോയി കണ്ടിരിക്കുന്നത്. ബിക്കോസ് ഐ ആം എ ഡൈ ഹാർട്ട് അല്ലു അർജുൻ ഫാൻ. അങ്ങേരെ എല്ലാ പടവും എനിക്കിഷ്ടമാണ്. ഇപ്പോൾ പുഷ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ, പുഷ്പയും എനിക്ക് വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ ആലോചിക്കുന്നത്, എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ഇത്ര അധികം നെഗറ്റീവ് കേരളത്തിൽ വന്നു എന്നുള്ളതാണ്. സീരിയസ്ലി വേറൊരു സ്റ്റേറ്റിലും ഇല്ല. തമിഴ്നാട്ടിലായിക്കോട്ടെ, ആന്ധ്രാപ്രദേശിലായിക്കോട്ടെ, നോർത്ത് ഇന്ത്യയിലൊക്കെ പറയണ്ട. 7 ദിവസം കൊണ്ട് സിനിമ 1000 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പക്ഷേ കേരളത്തിൽ മാത്രം വൻ ഷോക്കാണ് അവസ്ഥ. ഷോ കൗണ്ട് കുറവാണ്. മേജർ സ്ക്രീൻസും സൂക്ഷ്മദർശിനിക്ക്, ഹലോ മമ്മിക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 20-ാം തീയതി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്ത സിനിമകളാണ്. അപ്പോൾ ഇത് ടോട്ടലി വാഷ് ഔട്ട് ആവുമെന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്തുകൊണ്ട് ഈ സിനിമ ഇത്ര മോശം റെസ്പോൺസിലൂടെ പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുക. കാരണം അത്രയ്ക്ക് നല്ല പടം എന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും നല്ല ഡീസൻറ്റ് വാച്ച്, അതായത് ഇമോഷൻ, അതുപോലെ തന്നെ ഫൈറ്റ് സീൻസ്, അങ്ങനെ പുഷ്പ പാർട്ട് 1-നേനും എന്തുകൊണ്ടൊരു പടിക്ക് മുകളിൽ തന്നെ നിൽക്കുന്നൊരു സിനിമ തന്നെയാണ് പുഷ്പ 2 എൻ്റെ അഭിപ്രായത്തിൽ. എനിക്കറിയില്ല ഈ സിനിമ എന്തുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ ഈ റിവ്യൂ ഇടുമ്പോൾ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു എന്തുകൊണ്ടാണെന്ന്. കാരണം ഇത്ര ഹെയ്റ്റ് വരത്തക്ക യാതൊരു കാരണവും ഈ പടത്തിൽ ഇല്ല. ഇല്ലോജിക്കലായിട്ടുള്ള ഫൈറ്റ് സീൻസും ഇടയ്ക്കിടയ്ക്കുള്ള പാട്ടുകളും ഇത് തെലുങ്ക് സിനിമയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിൽ വലിയ പുതുമയൊന്നുമില്ല. അത് വെച്ചിട്ട് ഒരു സിനിമേനെ ഇത്ര ഡിഗ്രേഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് തന്നെ അറിയാം ഈ വർഷം എത്ര കാട്ടപരാധങ്ങളാണ് വന്നിരിക്കുന്നതെന്ന്. കങ്കുവ, അതുപോലെ തന്നെ ഇന്ത്യൻ 2, ഇങ്ങനത്തെ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ 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 ബെറ്ററാണ്. എന്തിന്, ഞാൻ നോർമൽ സിനിമകൾ തന്നെ. ഇപ്പോൾ ആൾക്കാർ പറയും നമ്മുടെ കൾച്ചർ, ഞാൻ ചിലതിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടതാണ്, ഈ ഇന്ത്യക്കാരുടെ ഇതിൽ മലയാളികളുടെ കൾച്ചർ വേറെയാണ്, നമ്മൾ ഇൻ്റലിജൻ്റാണ്, നമ്മൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്. തേങ്ങയാണ്. നമ്മൾ ഇപ്പോഴും സിനിമ ആയിട്ട് കാണേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. ഞാൻ ഇന്നാളൊരു ചാനലിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത്, നമ്മൾ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ റിയാലിറ്റി ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമാണ് കാണേണ്ടത്. അറ്റ്ലീസ്റ്റ് അങ്ങനെ കാണാനുള്ള ഒരു കോമൺ സെൻസ്. നമ്മുടെ മലയാള സിനിമകളെ കുറ്റം പറയല്ലേ, പക്ഷേ മലയാള സിനിമകൾ എപ്പോഴും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരാളുടെ കാര്യം തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അത് തെലുങ്ക് സിനിമയിലോട്ട് വരുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തിനാണ് ഇത്രയ്ക്ക് ഡീഗ്രേഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് പറഞ്ഞാൽ മതി. ഇത് ചിലർ എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ഇത്രയധികം കളക്ഷൻ, ഇത്ര ബുദ്ധിയില്ലാത്തവരാണോ നോർത്ത് ഇന്ത്യക്കാർ? അവർക്ക് പടം ഇഷ്ടമെങ്കിൽ അവർ പടം കണ്ടോട്ടെ. പടം കാണുന്നവരെയും കൂടി നിങ്ങളെന്തിനാണ് കുറ്റം പറയുന്നത്? നിങ്ങൾക്കിഷ്ടമില്ല പോട്ടെ, പടം കാണാത്തവരെ കൂടി കണ്ടവരെ കൂടി ഇതാക്കുക.
അത്ര മോശം റെസ്പോൺസൊക്കെയാണ് കേരളത്തിൽ നിന്ന്. ഉറങ്ങായിരുന്നു, ഇതായിരുന്നു. ഞാൻ പറയണത് ചിലവർ മാത്രം എൻ്റെ അറിവിൽ നല്ലത് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ചാനലുകൾ. എനിക്കും ഈ പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അല്ലു അർജുന് ഫസ്റ്റ് പാർട്ടിൽ നാഷണൽ അവാർഡ് കിട്ടിയതാണ്. സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിനേന് നല്ല അഭിനയമെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. അത്രയ്ക്ക് കിടിലായിട്ട് അല്ലു അർജുൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രശ്മിക മന്ദാനയുടെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസാണ് പുഷ്പ 2 കാഴ്ചവെച്ചിരിക്കുന്നത്. സീരിയസ്ലി എത്ര ക്രിഞ്ച് റോളുകൾ ചെയ്യുന്ന നടിയാണ് രശ്മിക മന്ദാന എന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. പിന്നെ സിനിമയിൽ 3.5 മണിക്കൂറാണ് ദൈർഘ്യം വരുന്ന സിനിമയുടെ. ആ സിനിമ നമുക്ക് ഒരു തരി പോലും ലാഗില്ലാതെ ഇരുന്ന് കാണാൻ പറ്റും. 6:45 ഷോ കയറിയിട്ട് 10:30 ഇറങ്ങിയത്, അറിഞ്ഞ പോലും ഇല്ല. അത്രയ്ക്ക് സ്പീഡിലാണ് പടം പോകുന്നത്. പിന്നെ കുറ്റം ഫഹദ് ഫാസിലിനെയാണ്. ഫഹദ് ഫാസിലിനെ നിങ്ങൾ റിവ്യൂ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല നിങ്ങൾ തിയേറ്ററിൽ പോയിട്ടിരുന്ന് കാണുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫഹദ് ഫാസിലൊക്കെ എന്തൊരു അഭിനയമാണെന്നറിയോ മനുഷ്യൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ആൾ പുഷ്പ പാർട്ട് 1 ഈ നമ്മുടെ മലയാളികളുടെ മെയിൻ പ്രശ്നം, മലയാളികളുടെ അല്ല ഒട്ടുമിക്ക എല്ലാവരുടെയും മെയിൻ പ്രശ്നം ഹൈ എക്സ്പെക്റ്റേഷനാണ്. പുഷ്പയുടെ ട്രെയിലർ ഇറങ്ങിയതാണ് മെയിൻ പ്രശ്നമായത്. കാരണം ട്രെയിലർ ഇറങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചു ജപ്പാൻ ഭയങ്കര ഇതാണ് അതിൽ ഞാൻ പറയട്ടെ, പുഷ്പ 1 ഒരു ഇൻട്രോ ഉണ്ട്. ആ ഇൻട്രോയിൽ പടത്തിനായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് പാർട്ടിൽ ആ ഇൻട്രോയ്ക്ക് സിനിമയിൽ ഉടനീളം യാതൊരുവിധ ബന്ധവുമില്ല. സെക്കൻഡ് പാർട്ടിലും അതുപോലെ ഒരു ഇൻട്രോ ആണ്. പക്ഷെ അത് വെച്ചിട്ട് വരെ ആൾക്കാർ ഈ സിനിമേനെ കളിയാക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എത്രത്തോളം വിവരമുള്ളവരാണ് മലയാളികളെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഞാനൊരു മലയാളിയാണ്, പക്ഷേ പടം കാണുമ്പോൾ അത് അതിൻ്റേതായ സെൻസിൽ അതിൻ്റേതായ രീതിയിൽ കാണുകയാണെങ്കിൽ ഏത് സിനിമയും എൻജോയബിളാണ്. ചില കാട്ടവരാധങ്ങളുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. സോ ഇത്രയേ ഉള്ളൂ. എനിക്ക് നല്ല വിഷമമുണ്ട് ഈ സിനിമ കേരളത്തിൽ ഇതില്ലാത്തതുകൊണ്ട്. കാരണം ഒന്നുമല്ല, ഒരുപാട് നല്ല സിനിമകൾ, ദേവര, അതുപോലെ തന്നെ അത്യാവശ്യം നരക്കേടില്ല എന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ് വിജയിൻ്റെ ഗോട്ട്. ഇത്ര സിനിമകളൊക്കെ മലയാളത്തിൽ നല്ല രീതിയിലാണ് പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. ഇതിനിപ്പോൾ എങ്ങനെ വരുന്നറിയില്ല. പക്ഷെ വേട്ടയനൊക്കെ ഇത്ര തൂറ്റിപ്പടം കേരളത്തിലൊക്കെ നല്ല റെസ്പോൺസും വിജയമൊക്കെ ആയിരുന്നു. എന്തുവാടേ മലയാളികളെ, നിങ്ങളിപ്പോൾ മറ്റേ തെലുങ്കന്മാരേനും തമിഴന്മാരേനും അധപതിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യം, അവർക്ക് വിവരം വെച്ച് തുടങ്ങി, നമ്മുടെ വിവരം കുറഞ്ഞു തുടങ്ങി. നമ്മളെത്ര ക്രിഞ്ച് പടങ്ങളാണ് വിജയിപ്പിച്ച് വിടണമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ആ ദേവരൊന്നും ഒരു കുഴപ്പമില്ലാത്ത പടമാണ്. അതൊരു തെലുങ്ക് പടമായിട്ട് നമ്മൾ ആസ്വദിച്ചാൽ മതി. എന്ത് ചെയ്യാൻ, എനിക്കൊന്നും പറയാനില്ല. പിന്നെ പുഷ്പയുടെ ക്ലൈമാക്സ് എൻഡിങ് എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളവർ, സ്പോയിലർ റിവ്യൂ വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത്രേ ഉള്ളൂ ഇത്ര വീഡിയോ. ബൈ.